ഹായ്, കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രാൻസ്ഫോമറെ മോഡൽ ചെയ്തിരുന്നു, നോ ലോഡ് കണ്ടീഷനും അതുപോലെ തന്നെ ലോഡഡ് കണ്ടീഷനിലും ട്രാൻസ്ഫോമർ നമ്മൾ മോഡലിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെഫറിങ് എങ്ങനെ തന്നെ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്യണം, എങ്ങനെ ലോ വോൾട്ടേജ് സൈഡിലേക്ക് റെഫർ ചെയ്യണം, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ആണോ ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈഡ് ബൈ എ സ്ക്വയർ ആണോ എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രോബ്ലംസ് ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പ്രോബ്ലംസിനേക്കാൾ മുമ്പ് നമുക്കൊരു കാര്യം കൊണ്ട് ഡിസ്കസ് ചെയ്യാണ്ട് എന്ന് ഡോട്ട് കൺവെൻഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡോട്ട് കൺവെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഡോട്ട് കൺവെൻഷൻ നമുക്കിവിടെ നോക്കാം. സോ നമ്മളിവിടെ പഠിക്കുന്ന ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ മാഗ്നറ്റിക്കലി കപ്പിൾഡ് സർക്യൂട്ടാണ്. അതായത് നമ്മൾ രണ്ട് കോയിൽ, ട്രാൻസ്ഫോമറിൻ്റെ കോറിൽ രണ്ട് കോയിൽ വൗണ്ട് ചെയ്യാണ്. പക്ഷേ ആ രണ്ട് കോയിലും തമ്മിൽ ഇലക്ട്രിക്കലി ഒരു കണക്ഷനും ഇല്ല, മാഗ്നറ്റിക്കലാണ് കണക്ഷൻ ഉള്ളത്. ഇലക്ട്രിക്കൽ അത് ഇൻസുലേറ്റഡ് ആണ്, പക്ഷേ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. അപ്പോൾ മാഗ്നറ്റിക്കലി കപ്പിൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് കപ്ലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. ഓക്കെ, സോ രണ്ട് ടൈപ്സ് ഓഫ് കപ്ലിംഗ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് കപ്ലിംഗ് ആണ്, ഒന്ന് നെഗറ്റീവ് കപ്ലിംഗ് ആണ്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാണ് നമ്മൾ ഡോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു കോർ എടുക്കുകയാണ്. എൻ്റെ ഒരു കോറാണ്. ഈ കോറിൽ ഞാൻ രണ്ട് ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് വൗണ്ട് ചെയ്യാണ്. ഇതൊരു കോയിലാണ്. അടുത്തത് ഓക്കെ, രണ്ട് ടൈപ്സ് ഓഫ് കോയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കോയിലും ജസ്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഡോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്സ്. ആക്ച്വലി ആഡിങ് ആണോ, ഫ്ലക്സ് ആഡ് ചെയ്യണോ അതോ ഫ്ലക്സ് ഒപ്പോസ് ചെയ്യണോ എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ട്രാൻസ്ഫോമർ കേസ് ഡിഫറെൻ്റ് ആയിരിക്കും വരാം. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു കോർ എടുത്തു. ആ കോറിൽ എന്താ പറയുക, രണ്ട് ടേൺസ് നമ്മൾ വൗണ്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഡോട്ട് പൊളാരിറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ കോയിലിൻ്റെ ഡോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്, ഈ കോയിലിൻ്റെ ഡോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഇനി ഞാൻ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ നടത്താണ്. ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ നടത്താണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ എന്തായിരിക്കും, ഈ കറണ്ട് ഫ്ലോ, ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ ഈ ഡയറക്ഷനിൽ കറണ്ട് പോകും. ഓക്കെ, ഇങ്ങനെയാണ് കറണ്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്യണം. കറണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ കോയിൽ കൂടി ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഞാൻ ∅1 എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാലോ, ഇവിടെയും കറണ്ട് എന്ന് പറയുന്നത് ഡോട്ടിൽ എൻട്രിയാണ്. കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, റാപ്പ് ചെയ്തിരിക്കുന്നത് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെയും ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഈ സൈഡായിരിക്കും. അപ്പോൾ അതിൻ്റെയും ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഈ സൈഡാകുമ്പോൾ എന്തായിരിക്കും, ∅2 എന്ന് പറഞ്ഞിരിക്കുന്ന ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഫ്ലക്സും എന്താണ്, മ്യൂച്വലി ആഡ് ചെയ്യാണ്. ഒപ്പോസ് ചെയ്യല്ല, ആഡ് ചെയ്യാണ്. സെയിം ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂച്വലി ആഡ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവിടെ കറണ്ട് ഡോട്ടിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെയും കറണ്ട് ഡോട്ടിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് കോയിൽ മ്യൂച്വലി കപ്പിൾഡ് ആണെങ്കിൽ ആ രണ്ട് കോയിലും സെയിം ഡയറക്ഷൻ കറണ്ട് ഫ്ലോ, അതായത് രണ്ട് കോയിലും ഡോട്ടിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ പോസിറ്റീവ്ലി കപ്പിൾഡ്, അതായത് ഫ്ലക്സ് രണ്ടും ആഡ് ചെയ്യാനായിട്ട് മ്യൂച്വലി ആഡ് ചെയ്യാൻ പറ്റും. നമുക്കതിനെ പോസിറ്റീവ് കപ്ലിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഡോട്ട് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അടുത്തൊരു കേസ് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് രണ്ട് കോയിലും ഡോട്ടിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് പോസിറ്റീവ് കപ്ലിംഗ് എന്ന് പറയാം. അവിടെ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് മ്യൂച്വലി ആഡ് ചെയ്യാണ് വരിക. അതേപോലെ തന്നെ രണ്ട് ഡോട്ടിൽ, അതായത് രണ്ട് കോയിൽ ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ രണ്ട് കോയിൽ ഡോട്ടിൽ കറണ്ട് എൻ്റർ ചെയ്യാണ്. അതേപോലെ തന്നെ രണ്ട് കോയിലിൽ നിന്നും ഡോട്ടിൽ നിന്നും കറണ്ട് ലീവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് കോയിലിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ, രണ്ട് കോയിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേ സെയിം പോസിറ്റീവ് കപ്ലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പോസിറ്റീവ് കപ്ലിംഗ് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് കപ്ലിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡോട്ട് ഇവിടെ തന്നെ ഞാൻ വെച്ചു, പക്ഷേ ഞാനിപ്പോൾ ഇവിടെയാണ് കണക്ട് ചെയ്യാൻ ഇവിടെയാണെന്ന് വരിക. അപ്പോൾ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ വരാം, ഇപ്പോൾ ഈ ഡോട്ടിൽ, ഈ കോയിലിൻ്റെ ഡോട്ടിൽ ഞാൻ കറണ്ട് എൻ്റർ ചെയ്തിരിക്കുന്നു. ഈ കറണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ വരാം.
അപ്പോൾ ഈ ഡോട്ടിൽ നിന്നും കറണ്ട് ലീവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ സാധാരണ ഫ്ലക്സ് എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. φ1 ഈ ഡയറക്ഷനിലായിരിക്കും. പക്ഷേ φ2 എങ്ങനെയായിരിക്കും? φ2 തിരിച്ച് പി റാപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും ഫ്ലക്സ് വരിക. അപ്പോൾ φ2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. φ2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. അതായത് ഒരു കോയിലിൽ കറണ്ട് ഡോട്ടിലാണ് എൻ്റർ ചെയ്യുന്നിരിക്കുന്നതിൽ അടുത്ത കോയിലിൽ കറണ്ട് ഡോട്ടിൽ നിന്നും ലീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് നെഗറ്റീവ് കപ്ലിംഗ് എന്ന് പറയാം. കാരണം അവിടെ ഫ്ലക്സ് തമ്മിൽ മ്യൂച്വലി ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്, ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോയിലിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നു, അടുത്ത കോയിലിൽ കറണ്ട് ലീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് നെഗറ്റീവ് കപ്ലിംഗ് എന്ന് പറയാം. അത് മ്യൂച്വലി ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കപ്ലിങ്ങിൻ്റെ ഒരു എഫക്റ്റ് വരുന്നിരിക്കുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നെഗറ്റീവ്ലി കപ്പിൾഡ് ഡിവൈസാണ്. അതായത് ട്രാൻസ്ഫോമറിലെ ഒരു കോയിലിൽ കറണ്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അടുത്ത കോയിലിൽ കറണ്ട്, അതായത് പ്രൈമറി സൈഡിൽ കോയിലിൽ കറണ്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി സൈഡിൽ കറണ്ട് ലീവ് ചെയ്യായിരിക്കും കോയിലിൽ നിന്ന് ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പ്രൈമറി സൈഡിലെ ടേൺ, ഇവിടെയായിരിക്കും നമ്മുടെ സെക്കൻഡറി സൈഡിലെ ടേൺ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇൻഡ്യൂസ് EMF, സെക്കൻഡറി സൈഡിലെ ഇൻഡ്യൂസ് EMF എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറണ്ട് ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലെ ഡോട്ട്, ഇതാണ് നമ്മുടെ ഡോട്ട്. രണ്ട് സ്ഥലം ഞാൻ ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് കപ്പിൾഡ് ഡിവൈസാണ്. പ്രൈമറി സൈഡിലെ കറണ്ട് ഡോട്ടിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി സൈഡിലെ കറണ്ട് ഡോട്ടിൽ നിന്നും ലീവ് ചെയ്യായിരിക്കും. ഇവിടെയായിരിക്കും നമ്മുടെ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ ഉണ്ടാവുക. അതായത് ഇതാണ് I1, ഇതായിരിക്കും I2. അപ്പോൾ പ്രൈമറി സൈഡിൽ ഡോട്ടിലായിരിക്കും കറണ്ട് എൻ്റർ ചെയ്യുക, സെക്കൻഡറി സൈഡിൽ ഡോട്ടിൽ നിന്നായിരിക്കും കറണ്ട് ലീവ് ചെയ്യുക. ഇതാണ് പ്ലസ് മൈനസ് E1, ഇതായിരിക്കും പ്ലസ് മൈനസ് E2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോട്ട് എവിടെ ഉണ്ടായിരിക്കും അതായിരിക്കും നമ്മുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന ടെർമിനൽ വോൾട്ടേജ് വരിക. പ്ലസ് എവിടെയാണോ അതായിരിക്കും, ഡോട്ട് എവിടെയായിരിക്കും അതായിരിക്കും പ്ലസ് എന്ന് പറയുക. ഇവിടെ ഡോട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ പ്ലസ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ഡോട്ട് കൺവെൻഷൻ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ വരിക. ഞാൻ ജസ്റ്റ് ഡിഫറെൻറ്റ് വേസ് നമുക്ക് കാണാം. അതായത് കുറച്ച് കേസസ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ റെഫറൻസ് കേസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പ്രൈമറി സെക്കൻഡറി, പ്രൈമറി സൈഡിൽ ഡോട്ട് ഇവിടെ, സെക്കൻഡറി സൈഡിൽ ഡോട്ട് ഇവിടെ. ഇവിടെ നമുക്ക് I1 എന്ന് പറയാം. ഇവിടെ ഡോട്ട് ഉള്ള കാരണമുണ്ട്, ആ സൈഡ് ഞാൻ പ്ലസ് മൈനസ് വലിച്ചു. ഇവിടെ ഡോട്ട് ഏതാണ് അവിടെ പ്ലസ് ആയിരിക്കും വരിക. E2 എന്ന് പറഞ്ഞു, കറണ്ട് ലീവ് ചെയ്തു, I2 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം N1 = N2. നമുക്കറിയാം E1 by E2 is equal to I2 by I1 is equal to N1 by N2 is equal to A എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ്. ഇനിയിപ്പോൾ ഞാനിവിടെ പൊളാരിറ്റി മാറ്റാണ്, കറണ്ട് ഡയറക്ഷനൊക്കെ മാറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ റിലേഷൻ ഒന്നും പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ അടുത്ത കേസ് എടുക്കുകയാണ്, സെക്കൻഡ് കേസിൽ ഞാൻ ഇതേപോലെ തന്നെ വരച്ചു. പ്രൈമറി ഡോട്ട് I1 ഇവിടെ ഡോട്ട് വരച്ചു. പക്ഷെ ഞാൻ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പ്ലസ് മൈനസ് E1 പ്ലസ് മൈനസ് E2. ഇനി ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ I2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? I1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോട്ടിൽ എൻ്റർ ചെയ്തിരിക്കുന്നു, I2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോട്ടിൽ നിന്ന് ലീവ് ചെയ്യുന്നതാണ്. നമ്മൾ I2 by I1 is equal to A എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് കറണ്ടും ഡോട്ടിൽ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ റിലേഷൻ എങ്ങനെയായിരിക്കും? റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 by I1 will be is equal to minus A ആയിരിക്കും വരിക. ഓക്കെ, I2 by I1 will be is equal to minus A. കാരണം നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ട്രാൻസ്ഫോമറിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത്
പ്രൈമറി സൈഡിൽ ഡോട്ടിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി സൈഡിൽ ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ I2/I1 = A എന്ന് പറഞ്ഞ് എഴുതിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് I2 എന്ന് എഴുതാൻ പറ്റില്ല, -I2 എന്ന് എഴുതണം. അതുകൊണ്ടാണ് ഞാൻ I2/I1 = -A എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാം. ഈ തേർഡ് ഒരു കേസ് കൊണ്ട് നമുക്ക് നോക്കാം. പൊളാരിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്തു, ഇത് ഞാൻ I1 റെപ്രസെൻറ്റ് ചെയ്തു, ഈ ഡോട്ടിൽ ഞാൻ +- എന്ന് കൊടുത്തു, ഈവൻ. അടുത്ത ഡോട്ട് ഞാൻ റിവേഴ്സ് ചെയ്യാതിരിക്കാം, ഇവിടെ ഞാൻ I2 ഇത് തന്നെ ആയിക്കോട്ടെ, ഡോട്ട് ഇവിടെ കൊടുത്തു, എന്നിട്ട് ക്വസ്റ്റ്യനിൽ -+- എന്നാണ് കൊടുത്തു, E2 എന്നാണ് കൊടുത്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിലേഷൻ എന്തായിരിക്കും? I2/I1 എന്തായാലും A ആണ്. കാരണം ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് പ്രൈമറി സൈഡിൽ ഡോട്ടിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ I2/I1 = A ആണ്. അതിലൊരു ചേഞ്ചും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ റെഫറൻസ് നോക്കി, E1/E2, അതായത് ഡോട്ടിൻ്റെ അവിടെയാണ് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്, ഇവിടെയും ഡോട്ടിൻ്റെ അവിടെയാണ് പോസിറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഡോട്ടിൻ്റെ അവിടെ ഒരു നെഗറ്റീവ് സൈനാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? E1/E2 = -A എന്നായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമറിലെ ഇക്വേഷൻസ്, സ്റ്റെയിൻസ് റേഷ്യോൻ്റെ ഇക്വേഷൻസ് വരിക. അപ്പോൾ ഡോട്ട് പോളാരിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം, കറണ്ട് ഡയറക്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് PSCക്കൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും നല്ലതായിരിക്കും. എങ്ങനെയാണ് ഡോട്ട് പോളാരിറ്റി മാറുന്നതനുസരിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ടേൺസ് റേഷ്യോ റിലേഷൻസ് മാറുന്നത് എങ്ങനെയാണ് അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തായാലും റെഫറൻസ് എപ്പോഴും ഇത് ഓർത്ത് വയ്ക്കുക. പ്രൈമറിയുടെ സൈഡിൽ കറണ്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി സൈഡിൽ കറണ്ട് ലീവ് ചെയ്തിരിക്കണം. ഡോട്ട് സൈഡിലായിരിക്കും നമ്മുടെ എപ്പോഴും പ്ലസ് പോളാരിറ്റി വയ്ക്കുക, ഡോട്ട് സൈഡിലായിരിക്കും നമ്മുടെ പ്ലസ് പോളാരിറ്റി സെക്കൻഡ് സൈഡിൽ വയ്ക്കുക. അതിന് ബേസ് ആയിട്ടുള്ള റിലേഷനാണ് ഇത്. ഇതിലെന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോഴാണ് ഇതാണ് ഒരു ഡോട്ട് സൈഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമറിൻ്റെ. അപ്പോൾ മോഡലിംഗ് ചെയ്ത സർക്യൂട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോഡൽ ചെയ്ത സമയത്ത് നമ്മളൊരു കൺക്ലൂഷൻ നടത്തിയിട്ടുണ്ടായില്ല. അതായത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ, സെക്കൻഡ് അപ്രോക്സിമേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി സൈഡിൽ ഒരു R1 റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു X1 റിയാക്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, ലോസസിൻ്റെ RC കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു XM മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പ്രൈമറി സൈഡിലേക്ക് സെക്കൻഡറി സൈഡിനെ റെഫർ ചെയ്യുകയാണ്, അതായത് R2'. സെക്കൻഡറി സൈഡിനെ ഞാൻ പ്രൈമറി സൈഡിലേക്ക് റെഫർ ചെയ്തു, X2'. ഇവിടെ ഒരു ലോഡ് കൂടി ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതായിരിക്കും നമ്മുടെ +-E1, ഇത് +-A × E2 ആയിരിക്കും വരിക. ഇതാണ് ലോഡ് എന്ന് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ V1 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പ്രൈമറി റെസിസ്റ്റൻസും അല്ലെങ്കിൽ റിയാക്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരിക്കും, ഭയങ്കര നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന ഡ്രോപ്പ് ഭയങ്കര കുറവായിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ വോൾട്ടേജ് ഡയറക്റ്റ്ലി ഇതിനെ ക്രോസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് VTH RTH നിങ്ങൾ മെഷർ ചെയ്യുകയാണ്, ഏതെങ്കിലും പർട്ടിക്കുലർ വോൾട്ടേജ് എടുത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ RCയുടെയും XMൻ്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിയർലി സപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡ്രോപ്പ് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടെ ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, ഈ പർട്ടിക്കുലർ വോൾട്ടേജ് ഇതിൻ്റെ അക്രോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഇപ്പോൾ V1, അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നോ ലോഡ് കമ്പോണൻസ് നമുക്ക് വരയ്ക്കാം. RC, XM, കാരണം ആ വോൾട്ടേജ് അതിന് പാരലാണ്. R1ലും X1ലും ഉണ്ടായിരിക്കുന്ന ഡ്രോപ്പ് ഭയങ്കര കുറവാണ്. R1, X1, R2', X2', ലോഡ്. ഇതാണ് ഫസ്റ്റ്
അപ്രോക്സിമേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണ്? I0 എന്ന് പറയുന്നത് എന്താണ്? നോ ലോഡ് കറണ്ട്. നോ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ടാണ്. അതായത് അത്രയും കുറവ് കറണ്ടാണ് നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു അപ്രോക്സിമേഷൻ കൂടി കൺസിഡർ ചെയ്യാം, അതായത് സെക്കൻഡ് അപ്രോക്സിമേഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നോ ലോഡ് കറണ്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അതായത് ഈ നമ്മുടെ നോ ലോഡ് കറണ്ട്, അതായത് നോ ലോഡ് ടേംസ് ആയിരിക്കുന്ന ഈ RCനും XMനും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത് V1, ഞാൻ ആ പാരാമീറ്റേഴ്സ് നെഗ്ലക്റ്റ് ചെയ്യണം, കാരണം I0 എന്ന് പറയുന്നിരിക്കുന്നത് അത്രയും ചെറുതായ കൊണ്ടാണ് ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലോഡ്, ഇതിനെ ഞാൻ R1 എന്ന് വിളിച്ചു, ഇത് X1, ഇത് R2 ഡാഷ്, ഇത് X2 ഡാഷ്, ഇത് AE2. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ അപ്രോക്സിമേഷൻ മോഡൽ, സെക്കൻഡ് അപ്രോക്സിമേഷൻ മോഡൽ. വോൾട്ടേജ് റെഗുലേഷനൊക്കെ നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. അതായത് R1 X1 എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും നമ്മുടെ RCയുടെയും XMൻ്റെയും അക്രോസ് വരിക. അതുകൊണ്ട് നമ്മൾ RCയും XM എന്ന് പറഞ്ഞിരിക്കുന്ന ടേംസ് ഈ സപ്ലൈ വോൾട്ടേജിൻ്റെ അക്രോസ് വെച്ചു, കാരണം സെയിം വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വരുന്നത്. അടുത്തൊരു അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് I0 എന്ന് പറഞ്ഞിരിക്കുന്നത് നോ ലോഡ് കറണ്ടാണ്. നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, കറണ്ട് വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡ് അപ്രോക്സിമേഷൻ മോഡൽ എന്ന് പറയുക. R1 X1 R2 ഡാഷ് X2 ഡാഷ് AE2, പിന്നെ നമ്മുടെ ലോഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അപ്രോക്സിമേഷനോട് വരുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിനെ മോഡൽ ചെയ്തിരിക്കുന്നത്. ഡോട്ട് കൺവെൻഷൻ ഞാൻ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഡോട്ട് കൺവെൻഷൻ്റെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ്. dot transformer okay fine dot over VAB, this is equal to plus minus VCD. Okay, I2 this is equal to, okay fine, so this is equal to I1. So the question is what is the phase angle difference between VAB and I2 എന്നാണ് question. So phase angle difference between VAB and I2. അതായത് I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട്, സെക്കൻഡറി സൈഡിലുള്ള ഈ കറണ്ടും പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് VAB തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? അത് ലീഡിങ് ലാഗിങ് ആണോ? I2 ലീഡ്സ് VAB by 30 degree by 90 degree ആണോ? അതോ VAB ലാഗ്സ് by I2 ആണോ? എങ്ങനെയാണെന്നുള്ള കൺസെപ്റ്റാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റേൺസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ N1:N2 എന്തായിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഡോട്ട് പോളാരിറ്റി കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടാണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനായും തന്നെ ഈ VCD എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് ഇത് എന്ത് ലോഡായെന്ന് നമുക്കറിയണം. ലോഡും കൂടി തന്നിട്ടുണ്ട്. ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവ് ടൈപ്സ് ഓഫ് ലോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അക്രോസ് ഇതൊരു ഇൻഡക്റ്റീവ് ലോഡാണ്, L ആണ്, പ്യുവർലി L ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്കറിയാം ഡോട്ട് എവിടെയുണ്ടോ അതിന് ഞാൻ പ്ലസ് മൈനസ് എന്ന് വിളിക്കാം. E1 ഇവിടെ ഡോട്ട് ഉണ്ട്, പ്ലസ് മൈനസ് എന്ന് വിളിച്ചു, E2 എന്ന് വിളിച്ചു. ഓക്കെ ഫൈൻ. ഞാനിവിടെ ഒരു KVL ആയിട്ട് അപ്ലൈ ചെയ്യാണ്. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു KVL ലൂപ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? E2
പ്ലസിൻ്റെ അവിടെ എത്തി, +2 മൈനസ് ചെയ്യാനായിട്ട് പ്ലസ് ആണ് എടുക്കുന്നത്, +2 മൈനസ് ചെയ്യാൻ പ്ലസ് ആണ് എടുക്കുന്നത്. E2 പ്ലസ് VCD ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും വരിക? E2 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് VCD. ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റിലേഷൻ. E2 പ്ലസ് VCD ഈസ് ഈക്വൽ ടു 0, E2 ഈസ് ഈക്വൽ ടു മൈനസ് VCD എന്ന് പറഞ്ഞിരിക്കുന്നൊരു റിലേഷൻ എനിക്ക് കിട്ടി. ഇനി അടുത്ത റിലേഷൻ നമുക്കറിയാം, N1/N2 ഈസ് ഈക്വൽ ടു A ആണെന്ന് അറിയാം. ഇവിടെ E1/E2 റിലേഷൻ ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞിരിക്കുന്നത് വാലിഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെ ഡോട്ടിൽ പ്ലസ് വന്നിരിക്കുന്നു, മൈനസ് വന്നിരിക്കുന്നു, ഡോട്ടിൻ്റെ അവിടെയാണ് പ്ലസ് വന്നിരിക്കുന്നത്, ഈവൻ കുഴപ്പമില്ല. ഇവിടെയും ഡോട്ടിൻ്റെ അവിടെയാണ് പ്ലസ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. E1/E2 ഈസ് ഈക്വൽ ടു A നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ നേരത്തെ പോലെ ഡോട്ടിൻ്റെ അവിടെയല്ല പ്ലസ് വന്നിരിക്കുന്നത്, ഇവിടെയാണ് പ്ലസ് വന്നിരിക്കുന്നതെങ്കിൽ, ഇവിടെയാണ് മൈനസ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് E1/E2 ഈസ് ഈക്വൽ ടു -A എന്ന് എഴുതേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡോട്ട് പൊളാരിറ്റിയുടെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത് ഇത് തന്നെയാണ് പ്ലസ്, ഇത് തന്നെയാണ് മൈനസ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ E1/E2 ഈസ് ഈക്വൽ ടു A നമ്മൾ റിലേഷൻ കിട്ടി. നമുക്കറിയാം E1 ഈസ് ഈക്വൽ ടു AE2. E2 എന്ന് പറയുന്നത് എന്താണ്? E2 എന്ന് പറഞ്ഞിരിക്കുന്നത് -VD ആണ്. അപ്പോൾ E1 ഈസ് ഈക്വൽ ടു -A ഇൻറ്റു VCD എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ റിലേഷൻ കിട്ടി. ഇനി എന്താണ് E1? ഇവിടെ നമ്മളൊരു KVL അപ്ലൈ ചെയ്ത് എന്താണ് സംഭവിക്കുക? -VAB പ്ലസ് E1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ എന്താണ്? VAB ആണ്. സോ E1 ഈസ് ഈക്വൽ ടു VAB ആണ്. അപ്പോൾ എന്താണ് മനസ്സിലായത്? VAB ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് A ഇൻറ്റു VCD. അപ്പോൾ VCDയുടെ നേരെ ഓപ്പോസിറ്റാണ് VAB എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കൊരു പ്ലോട്ട് ചെയ്യാം. ഞാൻ VCD ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തു. ഇതാണ് എൻ്റെ VCD എന്ന്. റെഫറൻസ് VCD ഇതാണെങ്കിൽ എന്ത് സംഭവിച്ചു? ഞാൻ എന്തുകൊണ്ടാണ് റെഫറൻസ് VCD എടുക്കാൻ കാരണം എനിക്ക് ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ കറണ്ടും അറിയാം. ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ കറണ്ടും എനിക്ക് അറിയാമെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ കറണ്ടും അറിയണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് ലോഡ് ആണെന്ന് വെച്ചാൽ അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എനിക്കറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ ഇൻഡക്റ്റീവ് ലോഡിന് എങ്ങനെയായിരിക്കും ഫേസ് ഡിഫറൻസ് വരിക? ഇൻഡക്റ്റീവ് ലോഡിൻ്റെ വോൾട്ടേജ് ഓൾവേസ് ലീഡ്സ് ഇറ്റ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അപ്പോൾ ഞാൻ VCD വരയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ടിന് എനിക്ക് എന്ത് പറയാം? 90 ഡിഗ്രി അത് ലാഗ് ചെയ്തിട്ടായിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 90 ഡിഗ്രി ഇതായിരിക്കും നമ്മുടെ I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട്. അതായത് ഒരു ഇൻഡക്റ്റീവ് ലോഡിൽ എപ്പോഴും വോൾട്ടേജ് അതിൻ്റെ കറണ്ടിനെ എപ്പോഴും 90 ഡിഗ്രി ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു പ്യൂർലി ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അതിലൊരു റെസിസ്റ്റീവ് എലമെൻ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ആംഗിൾ കുറയും, 90ക്കാളും കുറച്ച് ആംഗിൾ കുറവായിരിക്കും. എങ്കിലും വോൾട്ടേജ് എപ്പോഴും കറണ്ടിനെ ലീഡ് ചെയ്തായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കറണ്ട് എപ്പോഴും വോൾട്ടേജിനെ ലാഗ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എപ്പോഴും ഒരു ഇൻഡക്റ്റീവ് ലോഡിന്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു റിലേഷനിൽ കിട്ടി നമുക്ക് VCD ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് VAB എന്തായിരിക്കും? മൈനസ് ഓഫ് A ഇൻറ്റു VCD ആയിരിക്കും വരിക. അപ്പോൾ ഇതായിരിക്കും VAB എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് വരിക. സോ VAB എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് എന്നാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? -A ഇൻറ്റു VCD ആയിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചത്. അപ്പോൾ ഈ VABയും ഈ I2 തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഈ VABയും I2 തമ്മിലുള്ള റിലേഷൻ എന്താണ്? VAB ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ലീഡിംഗ് എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് I2 ലീഡ്സ് VAB ബൈ 90 ഡിഗ്രി. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അതായത് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂർലി ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലോഡ് തന്നിട്ടുണ്ടായിരുന്നു, 2 ഡോട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രൈമറി വോൾട്ടേജും ഈ സെക്കൻഡറി കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ അത് ലീഡ് ലാഗ് ആണോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നൊരു വഴിയായിരുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ ആദ്യം ഒരു KVL അപ്ലൈ ചെയ്തു, അതിൽ നിന്ന് എനിക്കൊരു റിലേഷൻ കിട്ടി. E2 പ്ലസ് VCD ഈസ് ഈക്വൽ ടു 0, E2 ഈസ് ഈക്വൽ ടു മൈനസ് VCD എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടി. ഇവിടെ KVL സിമ്പിളായിട്ട് അപ്ലൈ ചെയ്താൽ മതി. KVL നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ E1/E2 എന്ന് പറഞ്ഞിരിക്കുന്നത് വാലിഡ് റിലേഷനാണ്. E1/E2 ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞൊരു വാലിഡ് റിലേഷനാണ്. അതിൽ നിന്ന് ഞാൻ E1 എന്ന് പറഞ്ഞിരിക്കുന്നത് -A ഇൻറ്റു VCD എന്ന് കണ്ടുപിടിച്ചു. VAB എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രൈമറി സൈഡിൽ ഞാൻ KVL ലൂപ്പ് അപ്ലൈ ചെയ്തു. -VAB പ്ലസ് E1 ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ E1 ഈക്വൽസ് ടു VAB എന്ന് കണ്ടുപിടിച്ചു. VAB ഈസ് ഈക്വൽ ടു -A ഇൻറ്റു VCD എന്ന് പറഞ്ഞ റിലേഷൻ കണ്ടുപിടിച്ചു. സിമ്പിളായിട്ട് ഡ്രോ ചെയ്തു. ഇത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ബേസിക്സ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ PSC ഒന്നും വന്നിട്ടില്ല. എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഡോട്ട് കൺവെൻഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം.
സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് വന്നിട്ടുണ്ട് 100. സെക്കൻഡറി സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് വന്നിട്ടുണ്ട് 200. ഡോട്ട് രണ്ട് സൈഡിലും റെപ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലസ് മൈനസ് ഇ പി ക്യു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലസ് മൈനസ് ഇ ആർ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്ലക്സിൻ്റെ വേവ് ഫോം കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സിൻ്റെ വേവ് ഫോം എന്താണ് അതുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലക്സിൻ്റെ വേവ് ഫോം ഐ തിങ്ക് ദിസ് ഇസ് 1. ഇത് 1 ആണ്, ഇത് 0.12 ആണ്. സെക്കൻഡ് സൈഡിൽ 2ഉം 2.5 ആണ് വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് 2ഉം 2.5. 0.12 മില്ലി വെബറാണോ? ഇല്ല, വെബറും സെക്കൻഡ്സിലേക്കാണ് തന്നിരിക്കുന്നത്. ഇത് ഫ്ലക്സ് ആണ്, വെബറിലേക്കാണ് തന്നിരിക്കുന്നത്. ഇത് ടി ഈസ് ഈക്വൽ ടു സെക്കൻഡ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് ഇ ആർ എസ്. അതായത് ക്വസ്റ്റ്യനിൽ ഒരു സപ്ലൈ വോൾട്ടേജ് ഇ പി ക്യു എന്ന് പറഞ്ഞിരിക്കുന്നത്, സപ്ലൈ വോൾട്ടേജിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇ പി ക്യു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറി സൈഡിൽ നമ്പർ ഓഫ് ടേൺസ് 100 കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി സൈഡിലെ ടേൺസ് 200 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇ ആർ എസ് എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇ ആർ എസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ട് സൈഡിലും ഡോട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലക്സിൻ്റെ വേരിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഫ്ലക്സിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടുപിടിക്കാം. സോ ഇതിനെ എങ്ങനെ നമ്മൾ മൂവ് ചെയ്യും? നമുക്ക് ഇ ആർ എസ് ആണ് വേണ്ടത്, സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് ആണ് വേണ്ടത്. അപ്പോൾ എന്താണ് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മളെ ഫാരഡേസ് ലോ അനുസരിച്ച് ഇ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ടി. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ ഫൈ ആണ്. അപ്പോൾ എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി, അതായത് ഡി ഫൈ ബൈ ഡി ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിട്ട് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈ ബൈ ഡി ടി ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെറിവേഷനിൽ. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇ ആർ എസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ടി, N2 ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഇവിടെ ഈ ആർ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ്, അതായത് ഡോട്ടിൻ്റെ അവിടെ തന്നെയാണ് പ്ലസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇ ആർ എസ് ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി എന്ന് എഴുതാം. ഒരു മൈനസിൻ്റെ ഒന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ N2 എത്രയാണ്? 200 ഇൻറ്റു ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഫൈയും ടിയും തമ്മിലുള്ള ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഫ്ലക്സിൻ്റെ ഒരു വേരിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ടൈമിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫ്ലക്സിനെ ടൈമിൻ്റെ ഒരു ഫോമിൽ നമുക്ക് എഴുതണം, എന്നാലേ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈം തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ വേരിയേഷൻ ഇങ്ങനെയാണ്, ലീനിയറായിട്ട് വേരി ചെയ്തിരിക്കുന്നു. 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2ൽ കോൺസ്റ്റൻ്റ് ആണ്. 2 ലെസ് ദാൻ ടി ലെസ് ദാൻ 2.5ൽ ഒരു നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? സോ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു വൈ, ദിസ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് പ്ലസ് സി. ഈ എം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പായിരിക്കും വരിക. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണോ എക്സ് ആക്സിസ് അതായിരിക്കും എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വരിക. സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർസെപ്റ്റ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻ്റർസെപ്റ്റ് ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതായത് y2 എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ഇവിടെ y2 എന്ന് പറഞ്ഞിരിക്കുന്നത് 0.12, സെക്കൻഡ് y1 എന്ന് പറഞ്ഞിരിക്കുന്നത് 0, ഇവിടുത്തെ x2 എന്ന് പറഞ്ഞിരിക്കുന്നത് 1, സെക്കൻഡറി സൈഡ് എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് 0. സോ സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു 0.12. സ്ലോപ്പ് 0.12 എന്ന് മനസ്സിലായി. ഇനി ഫ്ലക്സ് ഇപ്പോൾ y ആക്സിസിൽ എന്താണ്? അപ്പോൾ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് 0.12 ഇൻറ്റു
എക്സ് ആക്സിസ് എന്താണ് ടി 0.1t പ്ലസ് സി. ഇൻ്റർസെപ്റ്റ് സി എന്താണ്? ഇൻ്റർസെപ്റ്റ് സി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ് ഇവിടെ വരിക. സോ 0.12 ഇൻറ്റു ടി ആയിരിക്കും വരിക. അതായത് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1ൽ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നത്തിങ് ബട്ട് ഈ സമയത്ത് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1ൽ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.12 ടി ആയിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്ത കേസിൽ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2ൽ എന്താണ് വരിക? ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2ൽ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0.12 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇനി അടുത്തത് 2 ലെസ് ദാൻ 2.5, അതായത് അല്ലെങ്കിൽ 2 തൊട്ട് 2.5 വരെയുള്ള ടൈമിൽ എന്തായിരിക്കും ഫ്ലക്സ് വരിക? നെഗറ്റീവ് സ്ലോപ്പാണ് വരിക അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരിക? ഇതാണ് എൻ്റെ y2 എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ 0 ആയിരിക്കും വരിക. y2 = 0. y1 എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് y2 ഞാൻ 0 എടുത്തത്. ഇതാണ് എൻ്റെ ഫൈനൽ വാല്യൂ, ഇതാണ് എൻ്റെ ഇനീഷ്യൽ വാല്യൂ. ദാറ്റ് ഈസ് ഇക്വൽ ടു 0.12 ഡിവൈഡഡ് ബൈ ഇതാണ് എൻ്റെ ഫൈനൽ വാല്യൂ 2.5. ഇതാണ് എൻ്റെ ഇനീഷ്യൽ വാല്യൂ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.12 ഡിവൈഡഡ് ബൈ 0.5. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് -0.24. അപ്പോൾ -0.24 ആണ് എൻ്റെ സ്ലോപ്പ് വരിക. സോ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞിരിക്കുന്ന ഫോമിൽ എഴുതുമ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -0.24 ഇൻറ്റു എക്സ് ആക്സിസിൽ എന്താണ്? ടൈമാണ് വരിക 0.4t പ്ലസ്. ഇനി സി എന്താണ്? ഇൻ്റർസെപ്റ്റ് എന്താണ്? ഇത് y ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ലോപ്പ് നമ്മൾ ഈ ഒരു ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ y ആക്സിസിൽ എവിടെ തന്നെയാണ് ടച്ച് ചെയ്യുന്നിരിക്കുന്നത്, അതാണ് നമ്മുടെ സി ഇൻ്റർസെപ്റ്റ്. അപ്പോൾ സി ഇൻ്റർസെപ്റ്റ് എന്താണ്? സി ഇൻ്റർസെപ്റ്റ് ഇവിടെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കംസ് 0.24 ഇൻറ്റു 2.5, 0.24 ഇൻറ്റു 5/2, സോ 0.12 ഇൻറ്റു 5, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.6. സോ ഇവിടെ -0.24t പ്ലസ് 0.6. സോ y ഈസ് ഈക്വൽ ടു 0.24t പ്ലസ് 0.6. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഈ 0.6 ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം, y പോയിന്റ് എടുക്കുകയാണ്. y പോയിന്റ് വാല്യൂ എന്താണ്? സോ ആ കറസ്പോണ്ടിങ് സമയത്തുള്ള വാല്യൂ എന്താണ്? ഇപ്പോൾ 0.4t പ്ലസ് 0.6 നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. 0.4t പ്ലസ് സി എന്തായാലും അറിയാലോ, പ്ലസ് സി എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് y. ഞാൻ ഏതെങ്കിലും ഒരു ടൈം എടുക്കുകയാണ് അറ്റ് 2.5. അറ്റ് 2.5ൽ എൻ്റെ ഫ്ലക്സിൻ്റെ വാല്യൂ എന്താണ്? ഫ്ലക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. സോ y ഈസ് ഈക്വൽ ടു 0 -0.24 ഇൻറ്റു 2.5 പ്ലസ് സി. അപ്പോൾ സി എന്താണ്? സി ഈസ് ഈക്വൽ ടു 0.24 ഇൻറ്റു 2.5. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.6. അങ്ങനെയാണ് ഞാൻ ഈ സീൻ്റെ വാല്യൂ 0.6 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 ലെസ് ദാൻ ടി ലെസ് ദാൻ 2.5, സോറി 2 ലെസ് ദാൻ ടി ലെസ് ദാൻ 2.5ൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.24 മൈനസ് ഉണ്ട് ടി പ്ലസ് 0.6. അപ്പോൾ നമുക്ക് ഈ 3 റിലേഷൻ നമുക്ക് കിട്ടി, ഫ്ലക്സിൻ്റെ റിലേഷൻസ് എല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ചെയ്താൽ മതി. സോ ഇക്വേഷൻ എന്തായിരുന്നു? ERS ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു d5 ഡിവൈഡഡ് ബൈ dt. അപ്പോൾ നമ്മൾ ഓരോ ടൈം പീരീഡിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1ൽ എന്തായിരിക്കും വരിക? 200 ഇൻറ്റു d/dt ഓഫ് 0.12t. വിത്ത് റെസ്പെക്ട് ടു ടീന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 200 ഇൻറ്റു 0.12. ഇതെന്താണ് വരിക? ദിസ് ഇസ് നത്തിങ് ബട്ട് 24 വോൾട്ട്. ഓക്കെ, ഇനി 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2ൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2ൽ നമുക്ക് 0 വോൾട്ട് ആയിരിക്കും പൊട്ടൻഷ്യൽ കിട്ടാം. ഇനി 2 ലെസ് ദാൻ ടി ലെസ് ദാൻ 2.5ൽ എന്തായിരിക്കും വരിക? ERS ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു d/dt ഓഫ് -0.24 t പ്ലസ് 0.6. ഈ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും 0 ആയിരിക്കും വരിക. -2.4 ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടാം? 200 ഇൻറ്റു -0.24. ദിസ് ഇസ് നത്തിങ് ബട്ട് 48 വോൾട്ട്, -48 വോൾട്ട്.
അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വാല്യൂസ് കിട്ടുക. അതായത് 0 ലെസ് ദാൻ t ലെസ് ദാൻ 1ൽ നിങ്ങളുടെ ERS എന്ന് പറഞ്ഞിരിക്കുന്നത് 24 വോൾട്ട് ആയിരിക്കും. ഇനി 1 ലെസ് ദാൻ t ലെസ് ദാൻ 2ൽ നിങ്ങളുടെ ERS എന്ന് പറഞ്ഞിരിക്കുന്നത് 0 വോൾട്ട് ആയിരിക്കും. അതേപോലെ തന്നെ 2 ലെസ് ദാൻ t ലെസ് ദാൻ 2.5ൽ നിങ്ങളുടെ ERS എന്ന് പറഞ്ഞിരിക്കുന്നത് -48 വോൾട്ട് ആയിരിക്കും. ഇനി ഡോട്ട് പൊളാരിറ്റി തമ്മിൽ വ്യത്യാസം വരികയാണെങ്കിൽ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ മൈനസ് ഹിയർ പ്ലസ് ആണെങ്കിൽ ഇതെല്ലാം നേരെ തിരിച്ചായിരിക്കും. നേരെ തിരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ ERS എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? 0 ലെസ് ദാൻ t ലെസ് ദാൻ 1ൽ -24 വോൾട്ട് ആയിരിക്കും. ERS 2 ലെസ് ദാൻ t ലെസ് ദാൻ 2.5ൽ എന്തായിരിക്കും വരാം? -48 പകരം +48 വോൾട്ട് ആയിരിക്കും. സോ ഡോട്ട് പൊളാരിറ്റി കൺവെൻഷൻസും സൈനും എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം, നോക്കിയിട്ട് വേണം പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 100 watt 500 hertz 3:1 2:1. ഓക്കെ, വീണ്ടും ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. പ്രൈമറി സൈഡിലെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 100 വോൾട്ട്. സോ 100, ദിസ് ഈസ് ഈക്വൽ ടു 100 വോൾട്ട്. ഓക്കെ, 100 വോൾട്ട്. യെസ്, 100 വോൾട്ട് 50 ഹെർട്സ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ്. കറണ്ട് I. ഓക്കെ, ഒറ്റ ലൂപ്പല്ല കേട്ടോ. കറണ്ട് I. plus minus E1 plus minus E3 സോറി, ഈ ഡോട്ട് ക്വസ്റ്റ്യൻ അല്ല, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല കേട്ടോ. 3 ഇതെല്ലാം ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഗേറ്റ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ PSUവിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. This is equal to 10 ohm. ഇവിടെ ഡോട്ട് ഇതാണ്, ഇവിടെ ഡോട്ട് ഇതാണ്. So this is equal to 3:1. This is equal to 2:1. Question എന്താണ്? Find the value of current I. I think എല്ലാ ടൈംസും ആയെന്ന് തോന്നുന്നു. This is equal to plus minus B. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് പ്രൈമറി കറണ്ട് I. ഈ കറണ്ട് I നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ചോദ്യം. ചോദിച്ചിരിക്കുന്നത് കറണ്ട് I ആണ്. നമുക്കിവിടെ 3:1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതും തമ്മിലുള്ള ടേൺസ് ഡിഫറൻസ് ആണ്. 3:1 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതും സെക്കൻഡിനും തമ്മിലുള്ള ടേൺസ് ഡിഫറൻസ് ആണ് 2:1 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. സോ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്കിവിടെ 100 വോൾട്ട് 50 ഹെർട്സ് തന്നിട്ടുണ്ട്. ഇതെന്താണ് ഈ 100 വോൾട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ആദ്യം തന്നെ അനലൈസ് ചെയ്യാം. ഇന്ന് പറഞ്ഞിരിക്കുന്നത് RMS വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇതൊരിക്കലും പീക്ക് വാല്യൂ അല്ല, ഇതൊരു RMS വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കാര്യം. അപ്പോൾ RMS വാല്യൂ ആണ് തന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു സൈൻ ഫോമോ കൊസൈൻ ഫോമോ തന്നിട്ടില്ല. ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. V is equal to Vm sin omega t or cos omega t. സോ ഈ Vm എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും പീക്ക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പീക്ക് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. Vm/√ആണ് RMS വാല്യൂ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു സൈൻ ഫോമോ കൊസൈൻ ഫോമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട്, സൈനോ കൊസൈനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഡയറക്റ്റ് നമുക്ക് RMS വാല്യൂ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ഫൈൻ. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സീരീസ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് സർക്യൂട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ ടേൺസ് റേഷ്യോ നമുക്കറിയാം 3:1 ആണ്, 2:1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുക? എങ്ങനെയാണ് ഇവിടുത്തെ വോൾട്ടേജ് എത്രത്തോളമാണ് വരിക എന്ന് നമുക്ക് പറയാം. ഞാൻ ഇതിനെ പ്ലസ് മൈനസ് E2 E3 എന്ന് വിളിച്ചു, ഇതിനെ പ്ലസ് മൈനസ് E2 എന്ന് വിളിച്ചു, ഇതിനെ പ്ലസ് മൈനസ്
E4 എന്ന് വിളിച്ചു. ഓക്കെ, എവിടേക്കാണ് ഡോട്ടുള്ളത് അവിടേക്കാണ് ഞാൻ പ്ലസ് എടുക്കുക, ഇവിടേക്കാണ് ഡോട്ടുള്ളത് എവിടേക്ക് ഞാൻ പ്ലസ് എടുത്തു. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ E1 എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. സോ E1 ഈസ് നത്തിങ് ബട്ട് നമ്മളൊരു സീരീസ് സർക്യൂട്ടിലേക്ക് ഇങ്ങനെ റെസിസ്റ്റൻസിലെ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിതൊരു R1 ആണ്, ഇതൊരു R2 ആണെങ്കിൽ നമ്മൾ എത്ര വോൾട്ടേജാണ് R2 അക്രോസ് ഉണ്ടാവുക, എത്ര വോൾട്ടേജാണ് R1 അക്രോസ് ഉണ്ടാവുക, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടായിരുന്നത്? V ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലേ? അതായത് ഈ റെസിസ്റ്റൻസ് അക്രോസ് എത്ര വോൾട്ടേജ് എന്ന് വെച്ചാൽ ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതേപോലെ R1 അക്രോസ് എത്രയുണ്ടെന്ന് വെച്ചാൽ V ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്രയാണ് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാതെ 3:1 ആണ് റേഷ്യോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 3ഉം ഇവിടെ 2 ആയിട്ടും അസ്യൂം ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും നമ്മൾ സംഭവിക്കുക? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ട്. ഇതിനെ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയാം നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 3 അല്ലേ? സോ 100 × 3. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എത്രയുണ്ട്? 3ഉം ഇവിടെ 2ഉം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് 5. അപ്പോൾ എത്ര വന്നു? 5 20 23 = 60 വോൾട്ട്. സോ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് എത്രയായി? ±60 വോൾട്ടായി. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ചെയ്ത് നമുക്ക് എത്ര വരും? 100 ഇൻറ്റു ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 40 വോൾട്ട്. സോ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 40 വോൾട്ട്. സോ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് തന്നിട്ട് നമ്പർ ഓഫ് ടേൺസ് തന്നതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, സാധാരണ ചില ക്വസ്റ്റ്യനിലൊക്കെ ഒറ്റ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുള്ളൂ, ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ 100 വോൾട്ടിനെ 3:2 ഫോമിൽ ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ 3:2 ഫോമിൽ ഞാൻ അതിൻ്റെ റേഷ്യോനെ ഡിവൈഡ് ചെയ്തിട്ട് 40 വോൾട്ട് അക്രോസ് ദിസ് വൺ ആൻഡ് 60 വോൾട്ട് അക്രോസ് ദിസ് വണ്ണെ ഞാനായിട്ട് കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? നമുക്ക് ഇവിടുത്തെ പ്രൈമറി കറണ്ട് അറിയണമെന്ന് വെച്ചാൽ സെക്കൻഡറിയിൽ എത്ര കറണ്ട് ഉണ്ടെന്ന് അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രൈമറി സൈഡിലെ കറണ്ടും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡറി സൈഡിലെ കറണ്ട് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോൾട്ടേജ് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. ഇനി എന്താണ് ഇവിടെ തമ്മിലുള്ള റിലേഷൻ? എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 10 Ω. ഇനി എന്താണ് നോക്കുക? ഇതും തമ്മിലാണ് റിലേഷൻ വന്നിട്ടുള്ളത്. അതായത് E3 ഡിവൈഡഡ് ബൈ E4. ഈ രണ്ട് സൈഡിലും ഡോട്ടിൻ്റെ അവിടെ ആണ് പ്ലസ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും E3 ഡിവൈഡഡ് ബൈ E4 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. സോ E4 ഈസ് ഈക്വൽ ടു E3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ E3 എത്രയാണ്? 40 വോൾട്ട് വിച്ച് ഈസ് നത്തിങ് ബട്ട് 40 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 20 വോൾട്ട്. സോ E4 എന്ന് പറഞ്ഞിരിക്കുന്നത് 20 വോൾട്ടാണ്. സോ ഇഫ് E4 ഈസ് ഈക്വൽ ടു 20 വോൾട്ട് വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ദിസ് 10 Ω? ഈ E4 ആണ് ഇതിൻ്റെ അക്രോസ് ഉള്ളത്. നിങ്ങളൊരു KVL അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -E4 പ്ലസ് V ഈസ് ഈക്വൽ ടു 0 ആണ്. -E4 പ്ലസ് V, -2 പ്ലസ് ഞാൻ മൈനസ് എടുത്തു, +2 മൈനസ് ഞാൻ പ്ലസ് എടുത്തു, -E4 പ്ലസ് V ഈസ് ഈക്വൽ ടു 0. സോ V ഈസ് ഈക്വൽ ടു E4. ഓക്കെ, അതായത് ഈ 20 വോൾട്ടിങ്ങാണ് ഇതിനെ ക്രോസ് ഉള്ളത്. അപ്പോൾ കറണ്ട് എത്രയായിരിക്കും വരിക? കറണ്ട് I ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 10 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2∠0. ഇവിടെ AC അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കറണ്ട് എഴുതുന്ന സമയത്ത് ഫേസ് അതിൽ കൂടെ തന്നെ എഴുതണം. ഇവിടെ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ആംഗിൾ ഞാൻ 0 എടുത്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ, ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡക്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 90 ഡിഗ്രി വരാം, കപ്പാസിറ്റൻസ് ആണെന്ന് വെച്ചാൽ 90 ഡിഗ്രി വരാം. സോ എപ്പോഴും ഫേസറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ കറണ്ട് I ഈസ് ഈക്വൽ ടു 2∠0. ഇനി അടുത്തൊരു കാര്യം നമുക്കറിയാവുന്ന പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് ആയിരിക്കും. ഇൻപുട്ടിൽ എത്ര പവർ ഉണ്ടോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പവറും. സോ ട്രാൻസ്ഫോമറിൽ ഇൻപുട്ടിലെ പവർ എത്രയായിരിക്കും വരിക? 100 × I. ഇവിടുത്തെ പർട്ടിക്കുലർ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ ഇവിടുത്തെ പവർ വരിക. സോ ട്രാൻസ്ഫോമറിലെ ഇൻപുട്ട് പവർ P ഇൻപുട്ട് ഈസ് ഈക്വൽ ടു P ഔട്ട്പുട്ട്. പല രീതിയിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതിലൊരു മെത്തേഡ് ഇതാണ്. സോ P ഇൻപുട്ട് ഈസ് ഈക്വൽ ടു P ഔട്ട്പുട്ട്. ഇൻപുട്ടിലുള്ള പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വോൾട്ട് ഇൻറ്റു കറണ്ട് I. ഔട്ട്പുട്ടിൽ എത്ര പവറാണ് വരിക? ഔട്ട്പുട്ടിൽ ആകെ കൂടി ലോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അക്രോസുള്ള പവർ ആയിരിക്കും വരിക. എത്രയാണ് പവർ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വോൾട്ട് ഇൻറ്റു 2 ആംപിയർ വിച്ച് ഈസ് നത്തിങ് ബട്ട് കറണ്ട് ഈ I ആണ് കണ്ടുപിടിക്കുന്നത്. I ഈസ് ഈക്വൽ ടു 20 × 2 ഡിവൈഡഡ് ബൈ 100 is equal to 40 divided by 100
ഈസ് ഈക്വൽ ടു 0.4 ആംപിയർ. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. 0.4 ആംപിയർ ആണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വരിക. സോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ജസ്റ്റ് 100 വോൾട്ട് നമ്മൾ സപ്ലൈ തന്നിരുന്നു. ഇത് തമ്മിലുള്ള ടേൺസ് റേഷ്യോ, അതായത് എത്ര രീതിയിലാണ് ഈ 100 വോൾട്ടിന് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റേഷ്യോ 3:2 ആയിരുന്നു. 2 ആണ്, 3:2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 100 വോൾട്ട് ഇവിടുത്തെ ക്രോസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ 100 × 3 ഡിവൈഡഡ് ബൈ 3 + 2, അതായത് 100 × 3 ഡിവൈഡഡ് ബൈ 5 ചെയ്തു. 60 വോൾട്ട് നമുക്കിവിടെ കിട്ടി. ഇവിടെ 100 × 2 ഡിവൈഡഡ് ബൈ 5 ചെയ്തു. ഇവിടെ 40 വോൾട്ട് കിട്ടി. അതേപോലെ തന്നെ ടേൺസ് റേഷ്യോയുടെ ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എ എത്രയാണെന്ന് 2:1 റേഷ്യോയിലാണ് ഇവിടെ വരിക എന്ന് മനസ്സിലായി. അപ്പോൾ E3/E4 = 2:1, E4 = E3/2. അതിൽ നിന്ന് നമ്മൾ 20 വോൾട്ട് കണ്ടുപിടിച്ചു. റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് 20 വോൾട്ട് ആണ്. 20 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 ഓം ചെയ്ത് കഴിഞ്ഞാൽ 2 ആംപിയർ ആണ് കറണ്ട് വരിക. കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണെന്ന് മനസ്സിലായി. ഇനി P ഇൻപുട്ട് = P ഔട്ട്പുട്ട് എന്ന് പറയുന്ന റിലേഷൻ യൂസ് ചെയ്യുക. ടോട്ടൽ P ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 100 വോൾട്ട് × I ആണ് വരിക. സോ 100 വോൾട്ട് × I = 20 വോൾട്ട് × 2, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.4 ആംപിയർ ആണ് നമ്മുടെ ഐയുടെ റിലേഷൻ വരിക. സോ ഇങ്ങനെയാണ് നമുക്കൊരു കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക, നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMF ബാലൻസ് ഇക്വേഷൻ മെത്തേഡാണ്. ഇതിപ്പോൾ ഞാൻ പവറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. അതായത് ഇൻപുട്ട് പവർ ഓൾവേസ് ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. അടുത്ത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് MMF ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ കറണ്ട് എത്രയാണ്, 2∠0 വരിക. 2∠0 ആണ് ഇവിടെ കറണ്ട് വരിക. സോ ഇവിടെ നിന്ന് ലീവ് ചെയ്തിരിക്കുന്ന കറണ്ട് എത്രയാണ്, ദിസ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് I4 എന്ന് ഞാൻ വിളിക്കാം. ഇത് നമുക്ക് I4 ആയിട്ട് വരിക്കാം. ട്രാൻസ്ഫോമർ എപ്പോഴും കോയിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്തിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് I3 നമുക്ക് വരിക്കാം. സോ എന്താണ് സംഭവിക്കുന്നത്, I3 + I4 = 2∠0. അപ്പോൾ ഓക്കെ ഫൈൻ. സോ ഈ കോയിൽ നിന്നും ലീവ് ചെയ്തിരിക്കുന്ന കറണ്ട് ഞാൻ I4 എന്ന് പേരിട്ടു. ഈ കോയിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്തിരിക്കുന്ന കറണ്ട് ഞാൻ I2 എന്ന് വിളിക്കുന്നു. I2 എന്ന് വിളിച്ചു. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് I2 വെക്റ്റർ കേട്ടോ, വെക്റ്റർ പ്ലസ് I4 വെക്റ്റർ = 2∠0. ഇതെൻ്റെ ഫസ്റ്റ് റിലേഷനായി. I2 വെക്റ്റർ പ്ലസ് I4 വെക്റ്റർ = 2∠0. ഈ രണ്ട് കോയിലിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ സമ്മ് ആണ് 2∠0. ഇത് എപ്പോഴും വെക്റ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി I2ഉം I4ഉം ഈ I1 തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് നോക്കാം. സോ ഈ I എന്ന് പറഞ്ഞിരിക്കുന്നത് സീരീസ് ആയിട്ടാണ് പോകുന്നത്. ഈ കോയിലിൽ കൂടെ പോകുന്ന കറണ്ടും ഈ കോയിലിൽ കൂടെ പോകുന്ന കറണ്ടും സെയിം ആണ്, I തന്നെയാണ് വരിക. ഇനി I ഉം I2 തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കണം. I ഉം I4 തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്കറിയാം ഇവിടെ കറണ്ട് എന്താണ്, ഡോട്ടിൽ നിന്ന് ലീവ് ചെയ്യാണ്. ഇവിടെ കറണ്ട് ഡോട്ടിൽ എൻട്രി ആണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. I2 ഡിവൈഡഡ് ബൈ I ഈസ് ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ I ഈസ് ഈക്വൽ ടു എന്താണ് വരിക, I2 ഡിവൈഡ് ബൈ I ഈസ് ഈക്വൽ ടു 3:1, 3/1. അതായത് സെക്കൻഡറി സൈഡ് ബൈ പ്രൈമറി കറണ്ട് ഈസ് ഈക്വൽ ടു പ്രൈമറി ബൈ സെക്കൻഡറി, 3:1. സോ നമുക്ക് എന്താ പറയുക, I2 ഈസ് ഈക്വൽ ടു 3I. ദിസ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് റിലേഷൻ. ഓക്കെ, I2 ഈസ് ഈക്വൽ ടു 3I എന്നുള്ള റിലേഷൻ കിട്ടി. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ I4 ഡിവൈഡഡ് ബൈ I ഈസ് ഈക്വൽ ടു 2/1. സോ I4 ഈസ് ഈക്വൽ ടു 2I നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. I4 ഈസ് ഈക്വൽ ടു 2I എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് എഴുതാം I2 + I4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3I + 2I ഈസ് ഈക്വൽ ടു 5I ഈസ് ഈക്വൽ ടു 2∠0. I ഈസ് ഈക്വൽ ടു 2∠0 ഡിവൈഡഡ് ബൈ 5 ഇസ് നത്തിങ് ബട്ട് 0.4 ആംപിയർ. സോ ഇങ്ങനെ നമുക്ക് ഈ റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തീരെ പിടിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പവർ ബാലൻസും MMF ബാലൻസും ഒക്കെ വെച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതേ മോഡലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്.
120 വോൾട്ട് RMS വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഡോട്ട് പൊളാരിറ്റി തന്നിട്ടുണ്ട്. ടേൺസ് റേഷ്യോ 4:1 ആണ്. മുകളിലത്തെ താഴത്തെ 3:1 ആണ്. സെക്കൻഡറി സൈഡിൽ 2 കോയിലുണ്ട്. ഇതും ഡോട്ട് ഇതെവിടെയാണ്, ഇതും ഡോട്ട് ഇവിടെയാണ്. ഇവിടെ ലോഡ് തന്നിട്ടുണ്ട് 10 ohm. This is equal to I2. This is equal to current I1. So question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ഇൻപുട്ട് പവർ. സോ നമുക്ക് ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണം. ദിസ് ഇസ് ഇക്വൽ ടു 120 വോൾട്ട്. ദിസ് ഇസ് ഇക്വൽ ടു I1. ഇവിടുത്തെ ഡോട്ട് പൊളാരിറ്റി തന്നിട്ടുണ്ട്. ടേൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് സൈഡിൽ ലോഡ് 10 ohm കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണം. സോ ഇൻപുട്ട് പവർ എന്താണ്? ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ കറണ്ട് ചെയ്താലാണ് ഇൻപുട്ട് പവർ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം 120 വോൾട്ട് എന്നറിയാം. ഇനി കറണ്ട് I1 കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സോ സിമ്പിൾ 120 × I1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് പവർ ആയി. അപ്പോൾ I1 കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത മെത്തേഡ് നമുക്ക് നോക്കണം. I2 അറിയണം. കാരണം ഇവിടെ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് 10 ohm ആണ്. ഈ 10 ohm കൂടെ എത്ര കറണ്ട് I2 പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് I1 ടേൺസ് റേഷ്യോയുടെ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫൈൻ. സോ നമുക്ക് I1 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നോക്കാം. അപ്പോൾ ആദ്യം ഈ I2 കണ്ടുപിടിക്കാൻ എന്താണ്? ഇവിടുത്തെ വോൾട്ടേജ് ഇടണം. ഇവിടുത്തെ വോൾട്ടേജ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ടിൽ ഈ ഇൻപുട്ട് സൈഡിൽ സപ്ലൈ സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കോയിലും സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഇൻപുട്ട് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാരലൽ, ഈ 2 കോയിലും പാരലാണ്. കാരണം എന്ന് വെച്ചാൽ നോക്കാം, നമ്മളിപ്പോൾ ഈ ലൂപ്പ് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 വോൾട്ട് നേരെ ഈ കോയിൽ വന്നു, ഈ കോയിൽ കൂടെ കറങ്ങി നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു. ദിസ് ഇസ് ഇക്വൽ ടു ദ ഫസ്റ്റ് കോയിൽ അല്ലേ. ഈ കോയിൽ കൂടെ വന്നു ഇങ്ങനെ പോയി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് എത്രയാണ് വരിക? +-120 വോൾട്ടാണ് വരിക. ഇനി സിമിലർലി നമ്മൾ ഈ സെക്കൻഡറി ഈ കോയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കൂടെ വന്നു. സോ ഇതും +-120 വോൾട്ടാണ്. അതായത് ഈ 2 കോയിൽസും പാരലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 കോയിൽസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. സപ്ലൈ വോൾട്ടേജ് ആയ 120 വോൾട്ട്സ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ 2 കോയിൽസിൻ്റെ വോൾട്ടേജ് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുത്തെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇതാണ് 120, ഇത് E2, ഇത് E3 ആണെന്ന് ഇരിക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് 120 ഡിവൈഡഡ് ബൈ E3 ഈസ് ഈക്വൽ ടു 4/1. സോ E3 ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 30 വോൾട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു +-30 വോൾട്ട്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ E3 ഈസ് ഈക്വൽ ടു, സോറി ഇവിടെ E2 ആണ് വരിക. E3 ഈസ് ഈക്വൽ ടു 3/1. 120 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു E3. ഇറ്റ്സ് നത്തിങ് ബട്ട് 40 വോൾട്ട്. ദിസ് ഈസ് ഈക്വൽ ടു +-40 വോൾട്ട്. +-40 +-30. ഇനി ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും വരിക? ഇവിടെ ഒരു KVL അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -40 -30 + V is equal to 0. V is equal to 70 വോൾട്ട്. KVL അപ്ലൈ ആണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നായിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് 70 വോൾട്ട് ആയത് കിട്ടി. അതായത് ഇവിടെ 120 വോൾട്ട്, ഇവിടെ 120 വോൾട്ട്. ടേൺസ് റേഷ്യോയുടെ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ഇവിടെ 30 വോൾട്ട്, ഇവിടെ 40 വോൾട്ട് എന്ന് കണ്ടുപിടിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് വരിക. That voltage divided by 10 is equal to 70 divided by 10 is equal to 7 ampere. So I2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 7 ആംപിയർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ആംഗിളും കൂടി നമ്മൾ നോക്കണം, കാരണം ഇവിടെ നമുക്ക് എപ്പോഴും ഫേസസ് സമ്മാണ് വരിക. സോ 7 ആംപിയർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആംഗിൾ 0. സോ I2 ഈസ് ഈക്വൽ ടു 7 ആംഗിൾ 0 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടാണ് വരിക. അപ്പോൾ I2 കണ്ടുപിടിച്ച സ്ഥിതിക്ക് I1 കണ്ടുപിടിക്കണം. സോ എങ്ങനെയായിരിക്കും I1 കണ്ടുപിടിക്കുക? എങ്ങനെയാണ് നമുക്ക് I1 കണ്ടുപിടിക്കാൻ പറ്റുക? ഏതൊക്കെ റിലേഷൻസ് വെച്ച് നമുക്ക് I1 കണ്ടുപിടിക്കാൻ പറ്റും? 2 റിലേഷൻസ് വെച്ച് നമുക്ക് I1 കണ്ടുപിടിക്കാം. ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ, നമ്മുടെ ഫസ്റ്റ് റിലേഷൻ. ഇപ്പോൾ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ റിലേഷൻസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 120 വോൾട്ട് ഇൻറ്റു I1 ഈസ് നത്തിങ് ബട്ട് 7 ഇൻറ്റു I2 ഇൻറ്റു വോൾട്ടേജ് എത്രയാണ് വരിക? 70 വോൾട്ട്. സോ I1 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 120. So it is nothing but 49 divided by 12. 49 divided by 12 എത്രയാണ് വരിക? It's equal to 49 divided by
12 ഇറ്റ് ഇസ് ഇക്വൽ ടു 4.083 ഇറ്റ്സ് ഇക്വൽ ടു 4.083 ആയിരിക്കും നമ്മുടെ I1 വരിക. 4.083 ആംപിയർ ഇസ് ഈക്വൽ ടു I1 വരിക. സോ I1 ഈസ് നത്തിങ് ബട്ട് 4.083 ആംപിയർ. പവർ എത്രയായിരിക്കും വരിക? പവർ ഈസ് നത്തിങ് ബട്ട് 7 × 70 വാട്ട്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 490 വാട്ട്സ് എങ്ങനെയാണ് വരിക. സോ ഇൻപുട്ട് പവർ ഷുഡ് ബി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. I1 ഈസ് ഈക്വൽ ടു 4.083 വരും. പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 490 വാട്ട്സ് എങ്ങനെയായിരിക്കും വരിക. കാരണം ഇൻപുട്ട് പവർ ഷുഡ് ബി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് രണ്ടെടുക്കും കാരണം നിങ്ങൾക്ക് സീരീസ് കണക്ഷൻ ഏതാണ്, പാരലൽ കണക്ഷൻ ഏതാണ്, എങ്ങനെയാണ് ടേൺസ് റേഷ്യോ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ സെക്കൻഡ് സൈഡിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുക എങ്ങനെ പറയാം, എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫൈൻ.